യുവതി സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച സംഭവത്തിൽ സുഹൃത്ത് ബഷീറുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പെൺകുട്ടി യുവാവിനയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്നാണ് മരിച്ച ആയിഷ റഫയുടെ സന്ദേശം. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലാണ് റഫയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിനേഷ് ചേരുകയാണ്. വിനേഷ്, ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിലേക്ക് തന്നെയാണോ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്? സ്വപ്ന, ഈ ആൺ സുഹൃത്ത് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ മുതൽ തന്നെ ബദറുദ്ദീൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ ഇതിൽ ദുരൂഹതകളൊന്നുമില്ല, ആത്മഹത്യ മാത്രമാണ്. അതായത് മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഈ ആയിഷ റഷയുടെ കുടുംബം ഇത് കൊലപാതകമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഇത് ആത്മഹത്യയാണ്. എങ്കിൽ പോലും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയായിരിക്കും ബദറുദ്ദീനെ അറസ്റ്റ് ചെയ്യുക. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മംഗലാപുരത്തുള്ള ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ ആയിഷ റഷയെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള സുഹൃത്തായ ബദറുദ്ദീൻ്റെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഇവർ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ബദറുദ്ദീൻ താൻ തന്നെയായിരിക്കും എന്ന് ബദറുദ്ദീൻ അയച്ച മെസ്സേജാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇതിൻ്റെ മൃതദേഹത്തിലെ പോസ്റ്റ്മോർട്ടം മറ്റ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടോ, കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം അനുസരിച്ചത് ആത്മഹത്യ തന്നെയാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബദറുദ്ദീനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം.